പഞ്ചാബിൽ ഒഴിവാക്കിയതിന് പിന്നാലെ ഹരിയാനയിലും ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാവില്ല. ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. ഹരിയാനയിൽ ഒരു സഖ്യത്തിന് താൽപര്യമില്ലെന്നാണ് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദർ ഹൂഡ പറഞ്ഞത്. ആം ആദ്മി ഹരിയാനയിൽ ഒന്നിലധികം സീറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് സീറ്റുകൾ നൽകില്ലെന്ന് ഉറപ്പായതോടെ AAP സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരും. ഇത് വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. നിലവിൽ ബംഗാൾ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ സഖ്യം ഉണ്ടാവില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ഡൽഹി, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും സാഹചര്യം അനുകൂലമല്ല. കോൺഗ്രസ് കൂടുതൽ ഫോക്കസ് ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് നൽകുന്നത് സഖ്യത്തിന് തടസ്സമായി മാറുന്നുണ്ട്. ഈ സമയം ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെ ഉൾപ്പെടുത്തിയുള്ള റാലികളാണ് വേണ്ടതെന്നാണ് സഖ്യകക്ഷി നേതാക്കൾ ആവശ്യപ്പെടുന്നത്. മമതാ ബാനർജി അടക്കമുള്ളവരുമായി മല്ലികാർജ്ജുൻ ഖാർഗെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മമത യാത്രയിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കുമെന്നാണ് ഹൂഡ ഉറപ്പിച്ചു പറയുന്നത്. AAPയുമായി അതുകൊണ്ട് യാതൊരു ചർച്ചകളുമില്ലെന്നും ഹൂഡ പറയുന്നു. AAPക്ക് സംസ്ഥാനത്ത് യാതൊരു അടിത്തറയുമില്ല. AAPയും JJPയും ഒരുമിച്ചാണ് 2019 മത്സരിച്ചത്. 3 സീറ്റിൽ 50,000 വോട്ട് പോലും തികച്ചു കിട്ടിയിട്ടില്ല. 2022 ആദംപൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ AAPക്ക് 3,400 വോട്ടാണ് ലഭിച്ചത്. യാതൊരു അടിത്തറയുമില്ലാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് സീറ്റുകൾ ആവശ്യപ്പെടാനാവുകയെന്നും ഹൂഡ ചോദിച്ചു. ഹരിയാനയിലെ 10 സീറ്റിൽ 5 എണ്ണം മത്സരിക്കാനായി വേണമെന്നാണ് AAP ആവശ്യപ്പെടുന്നത്. പഞ്ചാബുമായി അതിർത്തി പങ്കിടുന്ന 3 ഹരിയാന സീറ്റുകളും ഇതിൽ വരും. പഞ്ചാബിൽ വിജയിച്ചതിന്റെ സ്വാധീനം ഇവിടെയുണ്ടാകുമെന്നാണ് AAP കരുതുന്നത്. അതേസമയം കോൺഗ്രസിന് ഇടതു പാർട്ടികളുമായും സീറ്റ് പങ്കിടേണ്ടതുണ്ട്. AAP 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഹരിയാനയിൽ ആദ്യമായി മത്സരിച്ചത്. 46 സീറ്റിലായിരുന്നു മത്സരം. വെറും 0.48% വോട്ടാണ് അവർക്ക് ലഭിച്ചത്. അതേ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 28% വോട്ട് ലഭിച്ചു. എന്നാൽ AAP JJP സഖ്യത്തിന് 4.9% വോട്ടാണ് ലഭിച്ചത്. വമ്പൻ നേതാക്കളെല്ലാം ഹരിയാനയിൽ AAPയെ വിട്ട് പോയിരിക്കുകയാണ്. അതിനാൽ കോൺഗ്രസിന് കൂടുതൽ സാധ്യതയാണ് ഹരിയാനയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.